ഹായ് ഗായ്സ്, ഇന്നൊരു സോസേജ് റോസ്റ്റും അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ചതും പിന്നെ ഒരു ഉണ്ട പിന്നെ അതുപോലെ തന്നെ ഒരു പേരക്ക ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോസേജ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി, കുറച്ച് വിനാഗിരി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ആ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ സോസേജിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല ഒക്കെ നല്ലപോലെ സെറ്റായി വന്നതിന് ശേഷം നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം സോസേജ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഫ്രൈ ആക്കി റോസ്റ്റ് ആക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സോസേജ് കൊണ്ട് സോസേജ് കറി, അതുപോലെ തന്നെ സോസേജ് ഫ്രൈ ആക്കും, സോസേജ് റോസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് സോസേജ് കറിനേക്കാളും കൂടുതൽ ഇഷ്ടം സോസേജ് ഫ്രൈയും റോസ്റ്റും ആണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് സോസേജ് റോസ്റ്റ്. അപ്പോൾ സോസേജ് ഇവിടെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാത്രത്തേക്ക് കോരി വെക്കാണ്. പിന്നെ അതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സോസേജ് എല്ലാം കോരി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ സോസേജ് ലവറൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കഴിക്കാണ്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. നമ്മളൊരു സാധനം കഴിച്ചു നോക്കിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എനിക്ക് അതുപോലെ അങ്ങനെ ഉണ്ട്. ചില സാധനങ്ങൾ അങ്ങനെ കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. പക്ഷെ സോസേജ് ഇതുപോലെ എല്ലാവരും കൂടെ പുറത്തു പോയപ്പോൾ എന്തോ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ അന്നത് കഴിച്ചതിന് ശേഷം സോസേജ് ലവറായി എന്നൊക്കെ പറയാ. അതിനുശേഷം പിന്നെ എവിടെ സോസേജ് ഉണ്ടായാലും ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാറുണ്ട്. പിന്നെ ഞാനും ഓരോ ഡിഷൊക്കെ ട്രൈ ആക്കി നോക്കി. സവാളൊന്ന് വേണ്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് അതെല്ലാം നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ മസാലകളൊക്കെ കുറവിടണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സോസേജിൽ ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കുറവിടുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ സോസേജ് ഫ്രൈ ആക്കി വെച്ചിരുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിലുള്ള ആ കറിയൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി വന്ന് ആ സോസേജിലെല്ലാം മസാലകളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരണം കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ എന്ത് ഫുഡും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കഴിക്കണ്ട. അപ്പോൾ ഞാനിത് സോസേജ് ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായല്ലോ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഫുഡൊന്ന് കഴിച്ച് നോക്കൂട്ടാ ജസ്റ്റ്. എന്നിട്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കാണ്ട് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഏതാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ സോസേജിൽ ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം സോസേജ് റോസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ബ്രെഡ് പൊരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു ബൗളിൽ ഒരു എഗ്ഗ്, അതുപോലെ തന്നെ പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടി എന്നിവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബ്രെഡിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുക്കുന്ന കാരണം ഒരു എഗ്ഗ് ആഡ് ആക്കി. ബ്രെഡ് അതുപോലെ തന്നെ എരിവിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് മധുരത്തിലുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം എഗ്ഗിൻ്റെ ഇതിൽ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഫ്രൈ ആക്കുക. ഒരു സൈഡ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അടുത്തതായിട്ട് ഒരു ഉണ്ടയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി, പിന്നെ ജീരകം എന്നിവ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് അരഞ്ഞ് പൊടി വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ, അതായത് ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തേങ്ങയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കേണ്ട. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളത്തിൽ. അതുപോലെ തന്നെ തേങ്ങയുടെ മിക്സും ഇടുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ.
എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുത്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ചൂട് പോവരുത്, അതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ ഉരുളകളാക്കൂല, അതുപോലെ തന്നെ നിങ്ങളെ വലുപ്പത്തിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടകളാക്കി എടുക്കുക കേട്ടോ. വലുത് വേണമെങ്കിൽ വലുത്, അല്ലെങ്കിൽ മീഡിയം സൈസ് വേണമെങ്കിൽ മീഡിയം സൈസ്, അങ്ങനെ കേട്ടോ. അപ്പോൾ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ പിന്നെ പൊടി വാട്ടിയതും കൂടിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഉണ്ട നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. കറികളും വേണമെങ്കിൽ കൂട്ടാം. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലും പഞ്ചസാരയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പേരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പുതിനയില, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ പഞ്ചസാര, പിന്നെ വെള്ളം എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പേരക്ക ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.